ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാതിൽ മുട്ടി കേൾക്കുമ്പോ എനിക്ക് പേടിയാ. അവളും ഗുണ്ടകളും ആയിരിക്കുമെന്നാ പേടി. അവളങ്ങനെ പെട്ടെന്നൊന്നും ഈ സ്ഥലം കണ്ടുപിടിക്കില്ല. ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇത് കഴിക്കാം. വരട്ടെ. നിനക്ക് പോകാൻ ധൃതിയുണ്ടോ? ഇല്ല. എന്നാ ഇരിക്കേ. എനിക്ക് ഇതുവരെ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, ചില സത്യങ്ങൾ. അതെന്താണെന്ന് നീ എന്നോട് തുറന്നു പറയണം. എത്ര കൊല്ലമായിട്ടുള്ള ബന്ധമാ വേണു നീ ഞാൻ തമ്മിൽ? ഞാൻ നിന്നോട് നുണ പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്റെ ചോദ്യം നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. വർമ്മ സാറിന് തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാഹചര്യത്തെ കുറിച്ചാ ഞാൻ ചോദിക്കും. പ്രതാപൻ രാഷ്ട്രീയ നേതാവായും മന്ത്രിയായും വളരെ തിരക്കിൽപ്പെട്ട് നടക്കുന്ന സമയം അയാളുടെ കുടുംബകാര്യങ്ങളിൽ ചിലതൊക്കെ ആത്മസുഹൃത്തായി എന്നെ ഏൽപ്പിച്ചു. ഗർഭിണിയായ പത്മാവതിയെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ വരെ അവന് നേരമില്ല. അവൻ അതൊക്കെ എന്നെ ചുമതലപ്പെടുത്തി. പത്മ എനിക്കെന്റെ പെങ്ങളാണ്. അവളൊരു കൂടപ്പിറപ്പിനെ പോലെ എന്നെയും കരുതി. പത്മയും പ്രതാപനെയും തെറ്റിച്ച് ഒരു മഹാറാണിയായി മാറാൻ അംബിക ഒരുക്കങ്ങൾ ശേഖരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല വേണു. അവൾ എന്നെയും പത്മയും ചേർത്ത് ഒരുപാട് അപവാദ കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവൾ അവസാനത്തെ ഒരു ആയുധം പ്രതാപന്റെ മനസ്സിലേക്ക് അങ്ങിറക്കി തറപ്പിച്ചു. അതാണ് ജഗന്നാഥനങ്ങൾ, പത്മാവതി അമ്മയുടെയും വർമ്മ സാറിന്റെയും ജീവിതകഥയിലെ വില്ലൻ എന്ന് പറയുന്ന ആള്. ഇങ്ങനെ ശരിക്കും വില്ലനാണോ അതോ ചിലര് ചേർന്ന് വില്ലൻ ആക്കിയതാണോ എന്ന് ആർക്കറിയാം? അവർ പറയുന്നതേ നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. റീതിക എന്റെ മകളാണെന്ന്. ഞാനാണ് ഋതികയുടെ അച്ഛനെന്ന്. പത്മയുടെ വയറ്റിൽ ജനിച്ച ഋതിക എന്റെ മകളാണെന്ന് അറിഞ്ഞതോടെ പ്രതാപൻ ആകെ തകർന്നുപോയി. താൻ ജീവനുല്യം പ്രണയിച്ച് കല്യാണം കഴിച്ച പത്മ തന്നെ വഞ്ചിച്ചുവെന്നും അവൾക്ക് ജനിച്ച കുഞ്ഞുവരെ മറ്റൊരാളുടേതാണെന്ന് അറിയുമ്പോ ആ മനുഷ്യൻ തകർന്നു പോവില്ലേ?